ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ആർക്കെങ്കിലും വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടോ? എന്താ പറയുക, വീട്ടിലേക്ക് വെള്ളം കയറിയതോ അല്ലെങ്കിൽ റോഡിൽ വെള്ളം കയറിയിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിതാ മഴ പെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം ഈ ഇടവഴിയിലൂടെ പോവേ. ഇടവഴിയല്ല, ഒരു റോഡാണ്. ആദ്യം ഇടവഴിയായിരുന്നു, ഇപ്പോൾ റോഡാണ് കേട്ടോ. പക്ഷേ നന്നായിട്ട് വെള്ളം ഒഴുകിപ്പോവും. നല്ല ശക്തിയായിട്ടുള്ള മഴയും കൂടെ അല്ലേ. 3-4 ദിവസമായില്ലേ മക്കൾക്കൊക്കെ സ്കൂളുണ്ടായിട്ട്. ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മുഹറം 9 അന്നാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്ന് ഫിദുവിൻ്റെ ബർത്ത്ഡേ ആണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, 22ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. മുഹറം 9 നോമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ നേരത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ നിധുവിനെ പറഞ്ഞയച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറേ അധികം ദിവസമായിട്ട് ഞാൻ വലിയ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പിയൊക്കെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിന്ന് അൽഫാമും മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസ് ചെറുതാക്കി വാങ്ങിച്ചിട്ടുണ്ട്. ബ്രോസ്റ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇത് കൊണ്ടുവന്നിട്ടൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണേ. ഞാനൊരു ചിക്കൻ 4 പീസാക്കിയിട്ട് അൽഫാമിന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെയാണ്, അപ്പോൾ നമുക്ക് വൈകിട്ടാണല്ലോ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് തന്നെ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം. പിന്നെ പാല് വാങ്ങിച്ചിട്ടുണ്ട്. സേമിയ പായസം വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ മക്കളുടെ ബർത്ത്ഡേ ഒന്നും വലിയ പരിപാടിയൊക്കെയൊന്നും കഴിക്കാറില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. കേക്ക് കട്ടിംഗ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനിൽ അൽഫാമിന് വേണ്ടിയിട്ട് മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏകദേശം ഒരു 15 അല്ലിയോളം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഒരു അളവാണ്. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് മാറ്റം വരുത്തേ. ഇവിടെ അച്ചുഷീനൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എരിവാക്കുന്നില്ല. ഇതിൽ അത്യാവശ്യം എരിവുണ്ടാവുകയാണ് കേട്ടോ നല്ലത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ചുവിനും ഷിനുവിനും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഹെയർ പാക്ക് റെഡിയാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ ഹെയർ പാക്കിൻ്റെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ മുഴുവനായിട്ട്. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഉണ്ടാക്കിയ സമയത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ. വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാം. നമുക്ക് മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്കാണ്. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ട് ഞാനിതാ നമ്മുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. കാരണം അവരുടെ തലയിൽ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തലയിൽ പിടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനിതാ ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇതാ ഇനിയിപ്പോൾ ചപ്പ് അതുപോലെ തന്നെ പൊതീനയാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം കൂടുതൽ തന്നെ ഇടുക കേട്ടോ ചപ്പ്. അതുപോലെ പൊതീനയും അതിന് ഏകദേശം അടുത്തായിട്ട് തന്നെ ഇടുക. എന്നാൽ ഒരുപാട് അധികമായി പോകും വേണ്ടേ. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ കുരുമുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ നാടൻ കുരുമുളകാണ്, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങുന്ന കുരുമുളകൊക്കെ ആണെങ്കിൽ എരിവ് കുറവായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇതൊരു അടിപൊളി മസാലയാണ് കേട്ടോ അൽഫാമിൻ്റെത്. കാരണം ഞാനിതിന് മുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനേഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിത് ഒരിക്കൽ ട്രൈ ചെയ്തൊരു അൽഫാമാണ് കേട്ടോ. ചിക്കൻ പൊള്ളിച്ചതിൻ്റെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനിയിപ്പോൾ ഞാൻ ഇതാ അരച്ച് വന്നിട്ടുണ്ട്. ഇതാക്കണ്ടോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതുപോലെ ഞാൻ ഈ സമയം ചിക്കൻ കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോഴേ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കനിലൊക്കെ ഞാൻ നന്നായിട്ട് വരട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം നല്ല ആഴത്തിൽ തന്നെ വരട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേ മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കണം. നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഏകദേശം നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ അത് പറ്റില്ല. കാരണം എല്ലാവരും നോമ്പ് തുറക്കുമ്പോഴേക്കും ഈ ഫുഡ് തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിച്ചാൽ പിന്നെ രാത്രി ആരും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം അതിനനുസരിച്ചാണ് ഞാൻ മസാല പുരട്ടി വെക്കുന്നത്. നമുക്ക് ഓവർനൈറ്റൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇനിയിപ്പോൾ ഏകദേശം എന്നാലും ഏകദേശം ഒരു 6-7 മണിക്കൂർ ഉണ്ടാവും.
അത്രയും മതിയാവും കേട്ടോ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ചിക്കൻ്റെ എല്ലാ പീസിലും നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ പറ്റുമോ, ഫ്രീസറിൽ വെക്കേണ്ടേ. ഇനി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബ്രോസ്റ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ ബട്ടർ മിൽക്കിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് പാലിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം നമുക്ക് അടച്ച് വെക്കണേ. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരമാണ്. നമുക്ക് ആദ്യം കുറച്ച് പായസം റെഡിയാക്കുക. പായസമാണ് കേട്ടോ ഞാൻ ആദ്യം റെഡിയാക്കുന്നത്. കാരണം പായസം ജസ്റ്റ് ഒന്ന് ചൂടാറിയാലാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ എന്നാൽ ഒരുപാട് ചൂടാറി പോവും ചെയ്യരുത്. അങ്ങനെ ഞാൻ ആദ്യം പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം തന്നെ കുക്കറിൽ അപ്പുറത്തെ അടുപ്പത്ത് സേമിയ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിൽ സേമിയ വേവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, വെന്ത് കുഴഞ്ഞു പോകരുത്. അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം സേമിയ വേവിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിക്കുക. ആ എയർ പോയതിന് ശേഷം നമുക്ക് ഈ തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ഒരു വേവായിട്ട് കിട്ടും. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണേ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ആ സമയം അതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ നന്നായിട്ടൊന്ന് പച്ചവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മൈദ ഒഴിച്ചു കൊടുത്താൽ പിന്നെ പായസം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ ഒരുപാട് സമയത്തിട്ട് തിളപ്പിക്കേണ്ട. ആ മൈദയുടെ ഒരു പച്ചച്ചോക്കൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ അതേപോലെ ആ സമയം അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ വറവിട്ട് ഒഴിക്കണമെന്നില്ല, എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസം കിട്ടും. ലാസ്റ്റ് നെയ്യ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഇനി നമുക്ക് മന്തി റൈസ് റെഡിയാക്കി എടുക്കണം. ഈ മന്തി റൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പേ കാണിച്ചിട്ടുണ്ട്. ഇത് ചിക്കനൊന്നും ചേർക്കാത്ത റൈസാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്കായ പൊട്ടിക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും 1 സവാളയും, 1 കിലോ അരിയിലേക്ക് 1 സവാള മതിയാവും. അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അത് ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അതാണ് കേട്ടോ കണക്ക്. കപ്പളവ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എനിക്ക് ഈ 1 കിലോ ഈ ഒരു പാത്രത്തിൽ നിന്ന് കറക്റ്റാണ് അരി. അപ്പോൾ വെള്ളം അളക്കാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ അളന്നെടുത്തത്. അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഇതിന് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒരിക്കൽ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിലൊന്ന് ഓടിച്ച് പറഞ്ഞെന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീണ്ടും പറയാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് യെല്ലോ റൈസ് ആയിരുന്നു കേട്ടോ, യെല്ലോ ബസുമതി റൈസാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതാ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കൂല. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആദ്യം പട്ട, ഗ്രാമ്പു, ഏലക്കായ പൊട്ടിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവാളയും മാത്രമല്ലേ ചേർത്തുള്ളൂ. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മസാലപ്പൊടികൾ മാത്രമേ കേട്ടോ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതാ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ബോക്സിൽ 2 ഉണ്ടാവില്ലേ, അത് 2 ചേർത്ത് കൊടുക്കും കേട്ടോ 1 കിലോ അരിയിലേക്ക്. ഇത് നാട്ടിലത്തെ ഗൾഫത്തതാണ് ഈ മാഗി ക്യൂബ്. അങ്ങനെ ഞാൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, അത്രയും മസാലകൾ മാത്രമേ കേട്ടോ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അത് അടച്ച് വെക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ ഇതുപോലെയല്ല ഉണ്ടാക്കാറ്. ഞാൻ അടുപ്പത്ത് നമ്മുടെ വിറകടുപ്പിൽ വെച്ചിട്ട് അവിടെ നമ്മുടെ പത്തിരിക്കല്ലില്ലേ അതിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അൽഫാമിന്. പക്ഷേ ഇന്നിപ്പോൾ നോമ്പ് എടുത്തോണ്ടാണോ എന്താ അറിയില്ല, അടുപ്പിൽ തീ കൂട്ടാനൊക്കെ ഒരു മടി. അപ്പോൾ വിചാരിച്ചു ഗ്യാസിൽ ചെയ്തെടുക്കട്ടെ. അപ്പം എന്തായാലും എൻ്റെ അടുത്ത് ഗ്രിൽ പാൻ ഉണ്ട്, പക്ഷേ അത് വേണ്ട, നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഇരുമ്പിൻ്റെ ചട്ടിയിൽ 3 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ പത്തിരിക്കല്ലിലൊക്കെ ചെയ്തെടുക്കുമ്പം വളരെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. എന്താ പറയുക, ശരിക്കും ഒറിജിനൽ ചിക്കൻ പൊള്ളിച്ചതിന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ അതേപോലെ തന്നെയുള്ള ടേസ്റ്റിൽ കിട്ടും. ഇതും ടേസ്റ്റൊന്നും വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഏകദേശം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയും കൂടെയാണ്.
അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണേ. അപ്പം ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചിക്കൻ വേവാത്ത പ്രശ്നമൊന്നും വരൂലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ, അത് മറന്നു പോകരുത്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വെച്ച് വേവിക്കുമ്പോഴാട്ടോ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്, ചോറൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ യെല്ലോ റൈസ് ആകുമ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലെടുത്താൽ നമുക്ക് കറക്റ്റ് വേവായി കിട്ടിക്കോട്ടെ, വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്ക്. പിന്നെ നമ്മുടെ അൽഫാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ അതിലേക്ക് വേറൊരു മസാലയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അടിപൊളി ഒരു മസാലയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 പകുതി ക്യാപ്സിക്കും, അതേപോലെ ചപ്പ് പുതിനയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ചിക്കൻ്റെ മസാലയില്ലേ അതും കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അത് നല്ല പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അൽഫാം ഒരു 1/4 വേവാകുമ്പോൾ നമുക്ക് ഈ മസാലയും കൂടെ അതിൻ്റെ മേൽഭാഗത്താക്കി കൊടുക്കണേ. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് 2 ഭാഗത്തും ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഭാഗത്താക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് മറ്റേ സൈഡിലും ആക്കി കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അടിപൊളി അൽഫാമാണ് ഇതെന്ന്. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണേ. എന്നിട്ട് ഇനി തിരിച്ചും മറിച്ചിട്ട് പിന്നെ ഒരുപാട് സമയം വേവിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. പിന്നെ ഏകദേശം ഇപ്പോൾ 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ബ്രോസ്റ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചു. മുഴുവനായിട്ട് ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല, നമുക്ക് നോമ്പ് തുറക്കാനുള്ള ആ സമയത്തേക്കുള്ള മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ബ്രോസ്റ്റിൻ്റെ ബാക്കിയുള്ള റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോയെന്ന് വിചാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിക്കുന്നുണ്ട്. ഇതും നല്ല അടിപൊളി ഒരു ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ, ഞാൻ പിന്നീട് ഒരിക്കൽ കാണിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മന്തിയിൽ ഞാൻ കുറച്ച് കളറ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രം. മന്തി ആകുമ്പോൾ ജസ്റ്റ് ഒരു കളർ വേണമല്ലോ, അപ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ചെയ്തത്. വീട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ അത് ചെയ്യേ വേണ്ട കേട്ടോ. അങ്ങനെ കളറും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോഴേക്ക് മക്കൾ എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പായസമാണ്, ബ്രോസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മന്തി റൈസ് ഉണ്ട്, പിന്നെ അൽഫാമും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ വാട്ടർമെലൺ ജ്യൂസും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. നിസ്കാരവും ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഒക്കെ ക്ലീനാക്കി. ഇനിയിപ്പോൾ രാത്രി ആരും ഫുഡ് കഴിക്കുമല്ലോ, അതുകൊണ്ട് ഫുള്ള് ക്ലീനിങ്ങും തീർത്തു. ഇനി പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.